ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിലെ സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാറില്ലേ ടൂൾസിൽ? അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ആയിരിക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ലിപ്സാണ് വരക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ലിപ്സിനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ലിപ്സിലും എന്തൊക്കെ ചെയ്തെടുക്കാമെന്നും, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ എന്തൊക്കെ അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് തന്നെ ലിപ്സിൻ്റെ ആ ഒരു കളറിങ്ങും ഷെയ്ഡിങ് ഞാൻ ഇതിനകത്ത് നൽകുകയാണ്. ഓക്കെ, ലിപ്സിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഷെയ്ഡിങ് നൽകണം. അപ്പോൾ അതിനായിട്ട് സെക്കൻഡ് കളർ സെലക്ട് ചെയ്യണം. അങ്ങനെ സെക്കൻഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നൽകുകയാണ്. അപ്പോൾ ലിപ്സിൻ്റെ ഔട്ട്ലൈനിലൊരു ചെറിയൊരു ഭാഗം, ഷെയ്ഡിങ്ങിലൊരു ഭാഗം. ഓക്കെ, അത് നൽകി. അപ്പോൾ അത് നൽകിയപ്പോൾ ഇതിൻ്റെ പുറത്തേക്കാണ്, ഇതിൻ്റെ കളർ പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിപ്സിൻ്റെ പുറത്തേക്കാണ് ഇതിൻ്റെ കളർ ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ ഭാഗം നമുക്ക് ഇറേസ് ചെയ്യാതെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എന്ത്, സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള ഔട്ട്ലൈൻ റിമൂവ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഈ ലിപ്സിൽ നമ്മൾ ആദ്യം കൊടുത്ത കളർ പോവാതെ തന്നെ. അപ്പോൾ അതിങ്ങനെ നോക്കാം. അപ്പോൾ സെഗ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് ഇവിടെയായിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ആ ലിപ്സിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അളവിനാണ് എന്ത് പോയത്, കളർ പോയത്, ഇറേസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മേലെയും കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പുറത്തേക്കുണ്ട്, അവിടെ സെലക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഈ ഒരു ഭാഗം. അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യാതെ, ഇപ്പോൾ നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇട്ടെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇറേസ് ചെയ്യുമ്പോൾ വലിയൊരു ഇടങ്ങാറുണ്ട്. ഇപ്പം താഴത്തെ ഔട്ട്ലൈന് പോവാതെ ഇത് കറക്റ്റായിട്ട് ഇറേസ് ചെയ്തെടുക്കണം അല്ലേ, എന്തായാലും താഴത്തെ ഒരു കളർ പോകും. അപ്പോൾ അതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, നമുക്ക് അറിയാത്തതും എന്താ പറയുക മനസ്സിലാകാത്തതുമായിട്ടുള്ള ടൂൾസ്. അടുത്തത് പറഞ്ഞാൽ റിമൂവ് എന്നിട്ടൊരു ടൂളുണ്ട്, അത് കാണാമല്ലോ അല്ലേ. റിമൂവ് എന്നിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ റിമൂവ് എന്ന ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ റിമൂവ് എന്ന ഇറേസിങ് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറേസറിൻ്റെ ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ ആ റിമൂവർ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ രണ്ട് ഷെയ്ഡിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ കൊടുത്ത ഷെയ്ഡിങ് വേണ്ട എന്ന് കരുതുക. അപ്പോൾ നമുക്കിനെ ആ ഇറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് അത് മാത്രം പോക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്ത ആ രണ്ട് ഷെയ്ഡിങ് നമുക്ക് അത് മാത്രം, എന്നാൽ അടിയിലത്തെ പോവില്ല, മേലത്തെ മാത്രം. അപ്പോൾ അടിയിലാണ് ഒഴിവാക്കേണ്ടതെങ്കിൽ അത് മാത്രം ഒഴിവാക്കാം. അങ്ങനെയാണ് ഈ രണ്ട് ടൂൾസ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ നമ്മുടെ ഈ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഒട്ടനവധി അറിയാത്ത ഫീച്ചറുകളുണ്ട്. അപ്പോൾ മനസ്സിലാകാതെ പോകുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പിലൊക്കെ പറഞ്ഞ എഡിറ്റ് എന്ന് പറഞ്ഞ ടൂള്, അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനും, പിന്നെ നമുക്ക് ഈ പെൻ ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, പെൻ ടൂൾ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് അത് പിന്നീട് നമ്മൾ ഇൻഫിനിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തെറിച്ച് പോകുന്നതായിട്ട് കാണും. അപ്പോൾ അതിനൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഏത് ഔട്ട്ലൈനാണ് തെറിച്ച് പോയത് ആ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് നിൽക്കും. പിന്നെ ഈ എഡിറ്റ് എന്ന ടൂൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസും അതുപോലെ കളറും ഒക്കെ മാറ്റാൻ സാധിക്കും. അതുപോലെ ബ്രഷ് മാറ്റാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസുകളും ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ മനസ്സിലാകാതെ പോകുന്നു എന്നതേ ഉള്ളൂ. ഓക്കെ, ഈ എഡിറ്റ് ഓപ്ഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പെൻ ടൂൾ എന്ന ടൂൾ കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് അത് തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ ആ ഒരു സ്ഥലത്ത് എവിടെയാണ് ഔട്ട്ലൈൻ ഇട്ടത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ മാറ്റി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഈ പെൻ ടൂൾ നമ്മൾ എഡിറ്റ് ടൂൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്, കാരണം ഒരുപാട് ടൂൾസുകൾ നിങ്ങൾക്ക് അറിയാതെ പോകുന്നുണ്ട്. അറിയാതെ പോകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കാതെ ഒഴിവാക്കുന്ന ടൂൾസുകളാണിത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ഉപകാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.